നമുക്കൊപ്പം ക്രിക്കറ്റ് നിരീക്ഷകൻ ശ്രീ അജിത് കുമാർ കൂടി ചേരുകയാണ്. ശ്രീ അജിത് കുമാർ, ഗുഡ് ഈവനിങ്. സന്തോഷമുള്ള ഒരു വൈകുന്നേരമായി ഇത് മാറുകയല്ലേ ഓവൽ ടെസ്റ്റിലേക്ക് നോക്കുമ്പോൾ? ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ആക്ച്വലി ഇന്നലെ സഞ്ജയ് ബാങ്കറിന്റെ താങ്കൾ സുജയ പറഞ്ഞ പോലെ റെഫറൻസ് കണ്ടപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചു. മാത്രം പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസാന വിക്കറ്റുകൾ എടുക്കാനുള്ള ഈ ബുദ്ധിമുട്ടും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനത്തെ 4 പേരാണ് എപ്പോഴും വിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് ആശ്ചര്യപ്പോയി, വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും നന്നായിട്ട് മറ്റേ സിറാജിന്റെ ബോളിംഗ്. സിറാജ് ഇന്ന് ടോപ്പ് ഫോമിലായിരുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല പുള്ളിക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സിറാജാണ് ഇന്ന് നമ്മുടെ ക്രൂഷ്യൽ ഫാക്ടർ. നമ്മുടെ ഇപ്പൊ താങ്കൾ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ പറയട്ടെ, നമ്മുടെ എക്സ് ഫാക്ടർ എന്നുള്ളത്. ഞാനിപ്പോ പലപ്പോഴും സുജയ് ഈ എക്സ് ഫാക്ടർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ എക്സ് ഫാക്ടർ സിറാജായിരുന്നു. അതാണ് സാർ ഞാൻ പറയാൻ കാരണം, ശ്രീ അജിത് കുമാർ 347 സ്കോറിൽ നിൽക്കുമ്പോഴേക്കുമാണ് ജെയ്മി സ്മിത്തിനെ സിറാജ് ധ്രുവ് ജുറേലിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി സിറാജ് ആ കളി ഇങ്ങ് കൊണ്ട് തന്നു എന്നല്ലേ പറയാൻ കഴിയൂ? തീർച്ചയായിട്ടും ആ ഒരു വിക്കറ്റാണ് ക്രൂഷ്യൽ. കാരണം സ്മിത്ത് എന്ന് ഇന്ത്യക്ക് ഒരു ഈ സീരീസ് മുഴുവൻ നമ്മൾ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ആദ്യത്തെ 3 ടെസ്റ്റിൽ പ്രത്യേകിച്ചും സ്മിത്തിന്റെ ഈ ബാറ്റിംഗ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പക്ഷെ ആ വിക്കറ്റായിരുന്നു വളരെ വാട്ട് എ ബോൾ. ശരിക്കും ലീവിംഗ് ദ ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും പറയാറുണ്ട് ഒരു ഫാസ്റ്റ് ബോളറിന്റെ ഡ്രീം ബോളായിരുന്നു അത്. അങ്ങനത്തെ ഒരു ബോൾ ബാറ്റ്സ്മാന് കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എന്താ ഞാൻ പറഞ്ഞ ഒരു അൺപ്ലേയബിൾ ബോളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനത്തെ ബോൾ ആ സമയത്ത് അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ടൈം വെറും 27 റൺസ് മതി ആ സമയത്ത്. 347 എന്ന് പറയുമ്പോഴേ വെറും 27 റൺസ് മാത്രം ജെയ്മി സ്മിത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കളി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിക്കറ്റ് സോ ക്രൂഷ്യൽ. അത് ആ സിറാജ് എടുത്ത് സമാധാനമായി നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു വിക്ടറി ഇന്ത്യയെ സംബന്ധിച്ചോളം. കാരണം പ്രത്യേകിച്ച് ഇതൊരു റിവൈവ് ചെയ്യുന്ന ഇന്ത്യൻ ടീമാണ്. ശരിക്കും റീബിൽഡ് ചെയ്യുന്ന 3 ഫ്രണ്ട് ലൈൻ പ്ലെയേഴ്സ് ഇല്ലാത്തൊരു ഇന്ത്യൻ ടീമാണ്. പോയപ്പോൾ ആരും ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇരുന്ന് പ്രതീക്ഷിക്കാത്തൊരു ഇന്ത്യൻ ടീമാണ്. പക്ഷെ 3 ടെസ്റ്റ് സീരീസ് ഞാൻ വേറൊരു ചാനൽ പറയുന്നത് ഇവർ നല്ലൊരു ടീമാണ്, ഇവർ നല്ല റിസൾട്ട് കൊണ്ട് വരും എന്ന് നല്ല കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. കാരണം അവരെ ലോർഡ്സിൽ തന്നെ വെറും 22 റണ്ണാണ് അവർ ജയിച്ചത്. എന്തൊരു നാരോ വിക്ടറി ആയിരുന്നു. അപ്പൊ അത് നോക്കും. മാത്രമല്ല നമ്മുടെ മാഞ്ചസ്റ്ററിൽ നമ്മുടെ ആ ചെറുത്തുനിൽപ്പ് ഇതൊക്കെ കണ്ടാൽ തന്നെ ടീം സ്പിരിറ്റ് വാസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. യാതൊരു സംശയമില്ല. നമ്മളൊരു ടീം വർക്ക് ഇന്ത്യയെ ജയിപ്പിച്ചതായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് വെറും 35 റൺ മതി അവർക്ക് ജയിക്കാനായിട്ട്. ആൻഡ് 4 വിക്കറ്റും ഉണ്ടെന്ന് പറയുമ്പോൾ ഈ 35 റണ്ണിന് നമ്മൾ ഈ 4 വിക്കറ്റാണ് എപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. തുടരെ 2 വിക്കറ്റ് പോയപ്പോഴേക്കും ആ രണ്ടാമത്തെ 347 നിന്ന് 354 എത്തുമ്പോഴേക്കാണ് ജെയ്മി ഓർട്ടൺ LBW ആകുന്നത്. അതോടെ ഇംഗ്ലണ്ട് തീർന്നു, പൂർണ്ണമായും പ്രതിരോധത്തിലായി. തീർച്ചയായിട്ടും ആ സമയത്താണ് അന്നേരം LBW കൊടുത്തു തന്നെ വലിയ സമാധാനമാണ്. എനിക്കതാണ് പലപ്പോഴും വളരെ ക്രൂഷ്യൽ ഡിസിഷൻസ് കൊടുക്കാത്തത്. നമ്മൾ പിന്നീട് DRS കഴിഞ്ഞ ശേഷം നമ്മൾ പോയപ്പോഴും പലപ്പോഴും തോന്നി ഈ ടെക്നോളജി വല്ലാതെ ഇന്ത്യയുടെ അഗൻസ്റ്റ് ആയിരുന്നു ഈ ടെസ്റ്റിൽ എന്നുള്ള തോന്നൽ ഫ്രാങ്ക്ലി എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ടെസ്റ്റിൽ ടെക്നോളജി നമ്മുടെ അഗൻസ്റ്റ് പോയോ എന്ന്. പക്ഷെ ആ സമയത്ത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു വിജയമാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു വിക്ടറി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. സന്തോഷകരമായ ഒരു തിങ്കളാഴ്ച വൈകുന്നേരമായി ഇതിനെ അത് മാറ്റുകയാണ്. താങ്ക് യു ശ്രീ N. അജിത് കുമാർ നമുക്കൊപ്പം ചേർന്നതിന്.